പ്രിയ സുഹൃത്തുക്കളെ, ഇന്നൊരു കഥ പറയാം. പഞ്ചതന്ത്രം കഥയിലെ തന്നെ മറ്റൊരു കഥ, ഒരു ഓഫറിന്റെ കഥ. പണ്ടൊരിക്കൽ ഒരിടത്ത് ഒരു കച്ചവടക്കാരൻ എള്ള് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് തൊലിച്ച എള്ള് കൂട്ടിയിട്ടിരിക്കുന്നു, മറ്റൊരിടത്ത് തൊലിക്കാത്ത എള്ള് കൂട്ടിയിട്ട്. അപ്പോൾ തൊലിക്കാത്ത എള്ളിന് പൈസ കൂടുതലും തൊലിച്ച എള്ളിന് പൈസ കുറവുമായിട്ടാണ് മൂപ്പര് വിൽക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് അരിയും നെല്ലും വിൽക്കുന്നത്. അപ്പൊ നെല്ലിന് പൊതുവെ പൈസ കുറവായിരിക്കും, അരിക്ക് പൈസ കൂടുതലായിരിക്കും. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ തൊലിച്ച എള്ളിന് പൈസ കുറച്ച് വിൽക്കുന്നു. അപ്പോൾ ആൾക്കാർക്കൊക്കെ സംശയം തോന്നി, സ്വാഭാവികമായിട്ട് എന്തായാലും പൈസ കൂടേണ്ടതാണല്ലോ, പക്ഷെ കുറച്ചാ വിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ച് ചോദ്യം ചെയ്തു അടിക്കാനൊക്കെ ഒരുങ്ങിയപ്പം മൂപ്പര് സത്യം പറഞ്ഞു. അത് തൊലിച്ച എള്ള് കൂട്ടിയിട്ടിരുന്ന സമയത്ത് പട്ടി വന്നിട്ട് മൂത്രം ഒഴിച്ചിട്ട് പോയി. അപ്പൊ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് വിറ്റൊഴിക്കുകയാണ്. അതായത് 50% ഓഫറുകൾക്കും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒന്നുകിൽ നിയർ എക്സ്പയറി, അല്ലെങ്കിൽ എക്സ്പയർ ആയത്, അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്, അതല്ലാതെ നമുക്ക് പറയാൻ പറ്റാത്ത പല കാരണങ്ങളും ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു കാരണം വേണം ഓഫർ, അല്ലെങ്കിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും മതി. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഒരു ദിവസം ദുബായിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉച്ചയൂണ് കഴിക്കുന്ന ഒരു റെസ്റ്റോറന്റ്, ഒരു ദിവസം ചെന്നപ്പോൾ അവിടെ നല്ല തിരക്ക്, കയ്യും കോട്ടുവിട്ട ആൾക്കാർ ക്യൂ നിൽക്കുന്നു, കുറച്ചു നേരം അവിടെ കാത്തിരിക്കുന്നു. ഇപ്പൊ സപ്ലയർ അകത്ത് വന്നിട്ട് പേര് വിളിച്ചിട്ട് അകത്ത് കൊണ്ടുപോയി ഊണ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ഊണ് കഴിക്കാനുള്ള സ്ഥലം കിട്ടുന്നില്ല. ഇന്ന് എന്താ ഇത്ര തിരക്ക് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ആൾ പറഞ്ഞ് 10 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ്, 3 ആഴ്ചയ്ക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു മാസം മുമ്പൊക്കെ നമ്മളവിടെ കഴിക്കുന്ന സമയത്തും 10 രൂപയ്ക്കാണ് ഊണ്. മാത്രമല്ല അതിന്റെ ചുറ്റുവട്ടത്തെ പല കടകളിലും 10 രൂപയ്ക്ക് തന്നെ ഊണ് കൊടുക്കുന്നുണ്ട്. ഇത് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഏതോ ഒരു ടിക്ടോക്കുകാരൻ പോയിട്ട് അവിടെ പോയിട്ട് ഒരു വീഡിയോ ഇട്ട് 10 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ തിരക്കാണ്. യഥാർത്ഥത്തിൽ മുമ്പ് തന്നെ നിലവിലുള്ള ഒരു സംഗതിയാണത്. അപ്പൊ ഒരു ഓഫറിന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചാടിപ്പടച്ച് ഓഫറിന്റെ പുറകെ പോയത്, ഓഫറിന് എന്തെങ്കിലും കാരണമുണ്ടോ, അത് നമുക്ക് ഉപകാരമുള്ള സാധനമാണോ, നമുക്കതൊരു ബാധ്യതയാവുമോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഓഫർ തിരഞ്ഞെടുത്താൽ അത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.